ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തബാധിത മേഖലയിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ദുരന്ത മേഖലയിൽ ഒറ്റപ്പെട്ടുപോയവരിൽ സാധ്യമായ എല്ലാവരെയും രക്ഷപ്പെടുത്തിയതായി സൈന്യം അറിയിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒറ്റപ്പെട്ടുപോയ ആളുകളെ രക്ഷിച്ചെടുക്കാനായിരുന്നു. അതിലെല്ലാവരും നല്ല സേവനം നടത്തിയെങ്കിലും ഏറ്റവും മികവാർന്ന പ്രവർത്തനം പട്ടാളത്തിന്റേതായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത പട്ടാള മേധാവി ഈ യോഗത്തിൽ അറിയിച്ചത് രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും രക്ഷിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആരും അവിടെ ബാക്കിയില്ല എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. ഈ പ്രദേശത്തേക്ക് കടന്ന് അവിടെ കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് അടിയിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിന് വിഘാതമായി വന്നത് ആവശ്യമായത്ര മെഷീനറികൾ അവിടെ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതില് നല്ല പുരോഗതി ഉണ്ടായത് ആ പാലം നിർമ്മിക്കുന്നതിലാണ്. ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല വയനാട്ടിൽ സംഭവിച്ചതെന്നും ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഫലപ്രദമായും കൃത്യമായും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 4 അംഗ മന്ത്രിസഭാ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു എന്നിവരടങ്ങിയ സമിതി ദുരന്ത മേഖലയിൽ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 280 കടന്നു. 200-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 2000-ഓളം പേരെ ദുരന്ത മേഖലയിൽ നിന്നും ഇതിനകം രക്ഷപ്പെടുത്തി. മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക ബെയിലി പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇത് പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാവും. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ 3-ാം ദിവസവും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രദേശത്തെ മോശം കാലാവസ്ഥ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ JCBകളും മറ്റ് ഉപകരണങ്ങളും സ്ഥലത്തെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികൾ എവിടെയാണോ അവിടെ ഇരുന്ന് തന്നെ പഠനം നടത്തുന്നതിന് സംവിധാനമൊരുക്കും. പെട്ടെന്ന് സ്കൂളിലേക്ക് വിടുന്നത് പ്രായോഗികമല്ലാത്ത സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. ദുരന്തത്തെ അഭിമുഖീകരിച്ചവർക്കുണ്ടാകുന്ന മാനസികാഘാതം പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണെന്നും എല്ലാവർക്കും കൌൺസിലിംഗ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അതിന് തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണം എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാട് മുൻ MPയുമായ രാഹുൽ ഗാന്ധി എത്തി. ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശം സന്ദർശിച്ച ശേഷം ക്യാമ്പുകളിൽ എത്തി ദുരിതബാധിതരെയും അദ്ദേഹം നേരിൽ കണ്ടു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ ചാലിയാറിൽ നിലമ്പൂർ മേഖലയിൽ തുടരുകയാണ്. 60ഓളം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്നതിനായി വയനാട്ടിലേക്ക് എത്തിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വ്യവസായ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സാമൂഹ്യ പ്രവർത്തകരും ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കൺട്രോൾ റൂം നമ്പറായ 1077 വിളിക്കേണ്ടതാണ്. ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നതിന് അനുസരിച്ച് മാത്രമേ സാധനങ്ങൾ എത്തിക്കേണ്ടതുള്ളൂ. ദുരിതത്തിലായ കുട്ടികൾക്ക് മാനസിക പിന്തുണയ്ക്കായി വനിതാ ശിശു വികസന വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറായ 1098 ബന്ധപ്പെടാം. ആരോഗ്യ വകുപ്പിന്റെ ടെലിമനസ് സേവനവും 24 മണിക്കൂറും ലഭ്യമാണ്. 14416 എന്നതാണ് ടെലിമനസ് ടോൾ ഫ്രീ നമ്പർ. വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാർ. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളോട് സർക്കാർ അഭ്യർത്ഥിച്ചു. വയനാട് ജില്ലയിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് വയനാട് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ തൃശൂരിലെ കരുവന്നൂർ, ഗായത്രി നദികളിലും തിരുവനന്തപുരം, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ വിവിധ നദികളിലും കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 4:45.